ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ആൻഡ് ഈ കുക്കിംഗ് വീഡിയോ സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു മടിയന്മാർക്ക് ആൻഡ് അതേപോലെ തന്നെ കുക്കിംഗ് ഒന്നും അധികം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള വേണം, പിന്നെ 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ആ ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതുപോലൊരു വലിയ സ്പൂണിൽ 3 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഗോതമ്പ് പൊടി ഒരുപാട് ആഡ് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉള്ളിവട ടേസ്റ്റും കുറവായിരിക്കും, അതേപോലെ തന്നെ ഭയങ്കര തിക്കായിരിക്കും. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം, എങ്കിലേ നന്നായിട്ട് മിക്സായി വരുള്ളൂ. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ആഡ് ചെയ്യരുത്, ആദ്യം കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ മാത്രം പിന്നീട് വെള്ളം ചേർക്കുക. മാവൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഇതേപോലെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തത്. കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം മാവ് അതിലേക്ക് ഇടാം. ഞാൻ ഇതുപോലൊരു സ്പൂണിൽ എടുത്തിട്ടാണ് ഇടുന്നത്. അങ്ങനെ ഇടുമ്പോൾ നമുക്ക് കയ്യിലേക്ക് എണ്ണ തെറിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട. കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നമുക്ക് ഈ മഴക്കാലത്തൊക്കെ ഈവനിങ് ചായൻ്റെ കൂടെയൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്നാക്കാണിത്. അതുമാത്രമല്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത് നമ്മുടെ മാവൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലത്തെ വശം അടിയിലേക്കാക്കിയിട്ട്, അപ്പോൾ ആ വശം കൂടെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിവട നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളിവടയുടെ ഒരു പരുവെന്ന് പറയുന്നത്. ഈ ഒരു കളർ വരുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. ഇനി ഞാൻ ബാക്കിയുള്ള മാവ് കൂടെ ഇതേപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ എളുപ്പമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.